ഹലോ നമസ്കാരം. എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് വിലുക്കപ്പ് തന്നെയാണ്. വിലുക്കപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും അത് എങ്ങനെ ഉപയോഗിക്കാമെന്നും നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ സംസാരിച്ചു. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് വിലുക്കപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ ഒന്നാമത്തെ ഷീറ്റിൽ നമ്മൾ കുറച്ച് ഡാറ്റാസുകൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതായത് എംപ്ലോയി ഐ ഡി, എംപ്ലോയി നെയിം, ലാസ്റ്റ് നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ലൊക്കേഷൻ. ഈ ഡാറ്റാസിന് അടിസ്ഥാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഷീറ്റിലാണ് ഇതിൻ്റെ ആൻസർ കിട്ടേണ്ടത്. നമുക്കിവിടെ ഡാറ്റാസ് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ഷീറ്റിലും നമുക്ക് ആൻസർ കിട്ടേണ്ടത് എവിടെയാണ്? രണ്ടാമത്തെ ഷീറ്റിലുമാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഇതിൽ വിലുക്കപ്പ് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ വിലുക്കപ്പ് യൂസ് ചെയ്യാം. അതായത് ഈക്വൽ ടു ഇടുക, സെൻട്രൽ ലൈൻ ഒന്ന് ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, സെൻട്രൽ ലൈൻ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നമുക്കത് ആൻസർ കിട്ടുമ്പോൾ ഒന്നിൻ്റെ മുകളിലായിട്ടായിരിക്കും അടുത്തത് വരിക. അപ്പോൾ ഇവിടെ വന്ന് വി ലുക്കപ്പ് എന്നെഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം ലുക്കപ്പ് വാല്യൂ എന്നുള്ളടത്ത് ഈ ഡാറ്റാസ് സെലക്ട് ചെയ്തു. ഇനി ടേബിൾ ഓഫ് അറേ എന്നുള്ളടത്ത് നമ്മൾ ഈ ഭാഗത്ത് പോയിട്ട് ഈ ടേബിൾ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? കോമ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എത്രാമത്തെ കോളത്തിലുള്ള ഡാറ്റാസ് ആണ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്തു, രണ്ടാമത്തെ കോളം. ഇനി എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ സീറോയോ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഫാൾസോ ചേർത്ത് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇത് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അടുത്ത ആ ഷീറ്റിൽ പോകണം. ആ ഷീറ്റിൽ പോകുമ്പോൾ നമുക്കിവിടെ ഡാറ്റാസ് എങ്ങനെയാണോ കൊടുത്തത് അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കാണില്ല. അപ്പോൾ ഈ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ നമുക്ക് വേറൊരു ഷീറ്റിൽ അല്ലെങ്കിൽ വേറൊരു ലൊക്കേഷനിലോ നമുക്കിങ്ങനെ ഡാറ്റാസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേറൊരു കാര്യം നമുക്ക് ഇവിടുന്ന് ചെയ്യാം. അതായത് ഈ ടേബിൾ മുഴുവനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. എത്രയാണോ നമ്മൾ കൊടുത്തത് ആ ടേബിൾ മുഴുവനായിട്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ വന്ന് ഫോർമുലയിൽ പോയിട്ട് ഇവിടെ ഡിഫൈൻ നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ കോളത്തിന് മുഴുവനായിട്ട് നമുക്കൊരു പേര് ചേർത്ത് കൊടുക്കാം. ഇതിന് ഞാൻ പേര് ഇവിടെ വന്ന് ഡാറ്റ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോയ്സാണ്, നമുക്ക് ഈ പേര് തന്നെ ആവണമെന്നില്ല, എന്ത് പേര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഓക്കെയിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് വീണ്ടും ഇവിടെ വന്ന് വി ലുക്കപ്പ് ചെയ്യാം. അപ്പോൾ ഈക്വൽ ടു ഇടുക, വി ലുക്കപ്പ് എന്നെഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളടത്ത് ഇത് സെലക്ട് ചെയ്തു. അതിനുശേഷം ടേബിൾ ഓഫ് അറേ എന്നുള്ളടത്ത് നമ്മൾ അവിടെ പോയിട്ട് സെലക്ട് ചെയ്യണില്ല, പകരം നമുക്ക് എന്ത് ചെയ്യണം? ഈ ഡാറ്റ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ടൊരു കോമ ഇട്ടു. അതിനുശേഷം എത്രാമത്തെ കോളത്തിലുള്ള ഡാറ്റാസ് ആണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്തു. രണ്ടാമത്തെ കോളത്തിലുള്ള ഡാറ്റാസ് ആണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ ഇവിടെ വന്ന് ഫാൾസ് എന്ന് ചേർത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് കണ്ടതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ ഓരോന്നിൻ്റെയും ഡാറ്റാസ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് വേറൊരു പേജിലുള്ള ലൊക്കേഷനിലെ ഡാറ്റാസ് നമുക്കിതിലേക്ക് ഉപയോഗിക്കാം. ഇനി വേറൊരു രൂപത്തിലും ഇതേ കാര്യം തന്നെ നമുക്ക് വേറൊരു രൂപത്തിലും ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ഡിഫൈൻ റേഞ്ച് അല്ല കൊടുക്കുന്നത്, പകരം നമ്മൾ ആ ഭാഗത്തിനായിട്ട് നമ്മൾ ഡാറ്റ, അതായത് ഡിഫൈൻ റേഞ്ച് അല്ല കൊടുക്കുന്നത്, പകരം അതൊരു ടേബിളാക്കി മാറ്റുക. അപ്പോൾ ടേബിളാക്കി മാറ്റാൻ സെയിം അതേ മെത്തേഡ് തന്നെയാണ്. സെലക്ട് ചെയ്യുക, ഇൻസെർട്ടിൽ പോവുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് ടേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ടേബിൾ കൊടുക്കാം. എന്നിട്ട് ഇവിടെ വന്ന് മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് ഇവിടെ നിന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ അമർത്തുക. ഓക്കെ, അതിനുശേഷം നമുക്കിതിനൊരു പേര് കൊടുത്താൽ ഞാൻ മൈ ഡാറ്റ എന്നുള്ളത് ഈ ടേബിളിൻ്റെ പേര് ഞാൻ ഇവിടുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേര് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാൻ ഈ പേര് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളൊരു എൻ്റർ അടിച്ചു. അപ്പോൾ ഇതിന് ആ പേരായിരിക്കും ഇവിടെ അപ്ലൈ ആയിട്ടുണ്ടാവുക. വീണ്ടും സെയിം നമുക്ക് അതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ഇവിടെ വന്ന് വി ലുക്കപ്പ് എന്ന് എഴുതി ലുക്കപ്പ് വാല്യൂ എന്നുള്ളടത്ത് ഈ ഭാഗം സെലക്ട് ചെയ്തു. അതിനുശേഷം ടേബിൾ ഓഫ് അറേ എന്നുള്ളടത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ടേബിളിൻ്റെ പേരാണ് കൊടുക്കുന്നത്, മൈ ഡാറ്റ. അതിനുശേഷം കോളം ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ലാസ്റ്റ് നെയിം എന്നുള്ളത് മൂന്നാമത്തെ കോളത്തിലുള്ള ഡാറ്റാസ് ആണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ വേണ്ടി ഇവിടെ വന്ന് ഫാൾസ് എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. ഈ രൂപത്തിൽ നമുക്ക് ആൻസർ കാണാം. ഒന്ന് കണ്ടതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് ഇതുപോലെ ആൻസർ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ രണ്ട് വിധത്തിലാണ് ചെയ്തത്. ഒന്ന് നമ്മൾ വി ലുക്കപ്പ്, അതേപോലെ തന്നെ ലുക്കപ്പ് വാല്യൂ. അതിനുശേഷം നമ്മൾ ആ ഡാറ്റ എന്നുള്ളതാണ് നമ്മൾ ഡിഫൈൻ റേഞ്ചിൻ്റെ പേര് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ എത്രാമത്തെ കോളത്തത്തെ ഡാറ്റാസ് ആണോ വേണ്ടത് അത് ചേർത്തു. എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ ഇവിടെ ഫാൾസ് എന്ന് ചേർത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. ഓക്കെ, നമുക്കിതിൽ നാലാമത്തെ കോളത്തിലാണ്. അപ്പോൾ ഇവിടെ വന്ന് വി ലുക്കപ്പ് എന്നെഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളടത്ത് ഇത് സെലക്ട് ചെയ്തു. ടേബിളിൻ്റെ പേര് ഡാറ്റ എന്ന് ചേർത്തു. അതിനുശേഷം നമുക്ക് കോളം ഇൻഡെക്സ് എന്നുള്ളത് 4 എന്ന് ചേർത്തു. എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ ഇവിടുന്ന് ഫാൾസ് സെലക്ട് ചെയ്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു.
അപ്പോൾ നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് നമുക്കിവിടെ കിട്ടും. ഇനി അതേപോലെ തന്നെ നമ്മളത് ടേബിൾ വെച്ചിട്ടും ചെയ്തിരുന്നു. അപ്പോൾ ഈക്വൽ ടു വി ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് നമുക്ക് ആ ടേബിളിൻ്റെ പേര് ചേർത്ത് കൊടുക്കാം. ടേബിളിൻ്റെ പേര് എന്ന് പറയുന്നത് മൈ ഡാറ്റ എന്നാണ്. അതിനുശേഷം കോളം ഇൻഡെക്സ് എന്നുള്ളത് നമുക്ക് 5ാമത്തെ കോളത്തിലെ ഡാറ്റാസാണ്, അത് ചേർത്തു. എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ ഫാൾസ് എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ നമുക്കിവിടെ കണ്ടു. ഒന്ന് കണ്ടതിന് ശേഷം നമുക്കിതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്കിതുപോലെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെടുത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതിൽ ചെയ്ത വർക്കിൻ്റെ ഫയൽ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന വീഡിയോൻ്റെ ലിങ്കും ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.